ഇതിൽ പൊതുവിലുള്ളൊരു ധാരണ, ഇപ്പോൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും എന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ വീട് പണയം വെച്ചാലും മക്കളെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അങ്ങനെ ഒരു പൊതുവിൽ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ രക്ഷപ്പെടുമോ? ഞാൻ എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. എൻ്റെ യാത്രയ്ക്കിടെ ഞാൻ ഡെൻമാർക്കിലെ ഒരു വിബോർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാമിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ്റെ വീഡിയോ ആണ്. അത് ഭയങ്കര വൈറലായി, ഒരു 1 മില്യൺ ആൾക്കാരുടെ അടുത്തേക്ക് എത്തി. എന്താ അതിന് കണ്ടന്റ് എന്ന് വെച്ചാൽ 4000 യൂറോ അവന് സാലറി കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ ഫ്ലഡ് ചെയ്യായിരുന്നു, ഫാമിലെ ജോലി വേണമെന്നാണ് ഇപ്പം എല്ലാവർക്കും താല്പര്യമുള്ളത്. ഞാൻ പറഞ്ഞു ഫാമിൻ്റെ ജോലിയുടെ അല്ല അത്. ഡെൻമാർക്ക് എന്ന് പറയുന്ന ആ രാജ്യത്ത് മിനിമം വേജ് ആക്ട് നടപ്പിലാക്കിയുള്ള രാജ്യമാണ്. അപ്പോൾ ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 35,000 ഡാനിഷ് ക്രോണർ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരു എംപ്ലോയർ. അപ്പം അത് എന്ന് പറയുന്ന അത് ഫാമിലി ജോലിയൊന്നല്ല, മറ്റ് എന്ത് പണിക്ക് പോയാലും അത് കിട്ടും, എൻഷുവേർഡ് ആണ്. പക്ഷേ നമ്മൾ ഇപ്പം ഒരുപാട് ചെറിയ രാജ്യങ്ങളുണ്ട്, മാൾട്ടയോ ലാറ്റ്വിയോ എസ്റ്റോണിയോ, കുറേ ചെറിയ രാജ്യങ്ങൾ. നമ്മൾ നല്ല എഡ്യൂക്കേഷന് വേണ്ടി മാത്രം പോകുന്നതാണ്, സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന രാജ്യങ്ങളല്ല. അവിടെ എന്ന് പറയുന്നത് ജീവിത ചെലവ് കുറവാണ്. ആ രാജ്യങ്ങളിൽ നമുക്ക് ഒരു പക്ഷേ നമുക്ക് 1500 1700 യൂറോ ആയിരിക്കും നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ചില രാജ്യങ്ങൾ അത്രയും വികസിതമായിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകം ഹൈ ആയിട്ടുള്ള ചില രാജ്യങ്ങളിലാണ് അത് ഒരു മിനിമം വേജ് അഷ്യൂർഡ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ അതേപോലെ ടാക്സേഷനും ഉണ്ട്. 50% മേലെ വരെ ടാക്സ് പോകുന്നുണ്ട്. എന്താ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് ആണ്, അതായത് വേറെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമുക്ക് ചെലവ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ കിട്ടും. ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ സിറ്റിസൺസിന് എല്ലാം ഫ്രീ എഡ്യൂക്കേഷനാണ്. അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ അവൈൽ ചെയ്യാം. പിന്നെ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റീസ് ആണെങ്കിൽ ശരി, ക്രൈം റേറ്റ് കുറവ്, അങ്ങനത്തെ കുറേ ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2% ആണ്. നമ്മുടെ നാട്ടിലൊരു ബാങ്കിന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8, 10, 11%. അപ്പോൾ പൊതുവിൽ നമ്മൾ എന്തിനൊക്കെ നമ്മുടെ നാട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് സ്പെൻഡ് വരുള്ളൂ. കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ സേവ് ചെയ്ത് കോടികൾ ചെലവ് ചെയ്യുക അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കുക എന്നുള്ള ഡയറക്ഷനിലല്ല, ലൈഫ് കുറച്ചുകൂടി ഈസി ഗോയിങ് ആണ്. ഈ യാത്രക്കിടയിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ കാണാൻ സാധിച്ചോ? ഒരുപാട്. അത് നല്ല രീതിയിലുള്ള കണ്ടതുകൊണ്ട് 150 ആളുകളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. പല